നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുക. ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകളായി 28.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പിന്നിടുക. ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ 75 രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക്. ഇതിൽ 15 രൂപ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. നാല് വർഷത്തിനകം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. വിചാരിച്ചതിലും വേഗത്തിൽ ഒന്നാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. Commercial activities also നമ്മുടെ it will be either commutership യുടെ വർധന സഹിതം ഇതൊരു ലിങ്ക് ഉണ്ടല്ലോ, ലിങ്കേജ്. അതുകൊണ്ട് സോ ഇറ്റ് ഈസ് ഗുഡ് തിങ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ മെട്രോ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് പ്രൊവൈഡറാണ്. എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസിലിറ്റേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഏറ്റവും പീപ്പിൾ ഫ്രണ്ട്ലി സ്റ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തു. പിന്നെ അത് ഇവിടെ ഒരു ആംബിയൻസ് നല്ലതാണ്, ഒരു ആൾക്കാർക്ക് ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇന്ന് ആളുകൾക്ക് നെടുമ്പാശ്ശേരിയിൽ പോയി ഇറങ്ങാൻ കഴിയും. അതാണ് തേർഡ് ഫേജിലെ ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഒരു CMP കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാനിന്റെ ഒരു യോഗം വിളിക്കണം ഈ മാസം. എങ്ങനെ വിളിച്ചിട്ട് അതിലെ ശേഷം ഒരു അപ്രൂവൽ ഗവൺമെന്റിന്റെ വേണം. അപ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അത് വരും, ഇന്നോ ഇല്ലെങ്കിൽ നാളെ വരും. പക്ഷേ സെക്കൻഡ് ഫേസ് 2026 ഇതെന്റെ ഒരു പേഴ്സണൽ എസ്റ്റിമേറ്റ് ആണ്. സോ 2028-29 അത് പൂർത്തിയാക്കാൻ സാധിക്കും. അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഇതാണ്. പക്ഷെ അതിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ അനുഗ്രഹം എല്ലാം വേണം. കൊച്ചിയുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആക്കി മാറ്റാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി നേരത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങളെല്ലാം കൂടി. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് നമ്മുടെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ടോ, പിന്നെ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ടോ. ഇന്നലെ ഒരു ഫോറിൻ കപ്പിൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മെട്രോ വളരെ ക്ലീൻ ആണ്, വളരെ നല്ലതാണ്. ദാറ്റ് ഈസ് വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി.